നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്താകമാനം നടന്നു വരുന്ന രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ മുമ്പിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ തെരുവുകളിലും മതേതര വിശ്വാസികളും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങളും വലിയൊരു സമര പോരാട്ടത്തിലാണ്. നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഉമ്മത്തുമായി ബന്ധപ്പെട്ട് ഏതൊരു വിഷയം ഉണ്ടായാലും വളരെ കൃത്യസമയത്ത് തന്നെ ഇടപെടൽ നടത്തുകയും ഇതുപോലെ ജനാധിപത്യപരമായ സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സംഘടിപ്പിക്കുന്നതിൽ എന്നും മുൻപന്തിൽ നിൽക്കുകയും ബഹുമാനപ്പെട്ട സലിമിക്ക പോലെയുള്ളവർ വളരെ നേതൃപരമായി പങ്കുവഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടവരെ ഊഷ്മളമായി അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ മുസ്ലിം സമുദായം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ ആരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നാളുതീരമില്ലാത്ത പ്രതിസന്ധിയിലൂടെ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ രാജ്യത്ത് വ്യത്യസ്തതകൾ ഒരുപാടുള്ള രാജ്യമാണ്. ലോകത്തിന്റെ ഭൂപ്രദേശത്ത് ഒരിക്കലും ഒരുപക്ഷെ ഇന്ത്യ എന്ന രാഷ്ട്രത്തെ പോലെ മറ്റൊരു രാഷ്ട്രത്തെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. വ്യത്യസ്തമായ ഭാഷകൾ, സംസ്കാരങ്ങൾ, വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങൾ, ഭാഷകൾ, ഭക്ഷണ രീതികൾ, അങ്ങനെ എല്ലാം കൊണ്ടും വൈചിത്യവും വ്യത്യസ്തതകളുമായിരുന്ന ഒരു രാജ്യം. പക്ഷെ ഈ രാജ്യത്തെ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു ഇന്ത്യ എന്ന നിലയിൽ ഒരാശയമായി ആ ഒരു വികാരത്തോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയുന്നത് ഈ രാജ്യത്തിന്റെ മൂല്യവത്തായ ഒരു ഭരണഘടന നമുക്ക് ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെക്കാനുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മുൻ കഴിഞ്ഞു പോയ മഹാരഥന്മാരായ ഭരണാധികാരികളൊക്കെ തന്നെ ഈ വ്യത്യസ്തതകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തിയവരാണ്. നമ്മുടെ വർത്തമാന കാലത്ത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ഭരണകൂടം വർഗീയതയുടെ വെറുപ്പിന്റെ വിദ്വേഷത്തിന്റെ വൻമതിലുകൾ പടുത്തുയർത്തിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ മറ്റു എല്ലാ സമുദായങ്ങളെയും പല ധ്രുവങ്ങളിലാക്കി, പല തട്ടുകളാക്കി മാറ്റിക്കൊണ്ട് തങ്ങളുടെ അധികാരത്തെ അല്ലെങ്കിൽ ഈ ഭൂരിപക്ഷ സമുദായത്തിന്റെ വൈകാരികമായി അവരെ പ്രചോദിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ അധികാര കസേര ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി വളരെ ആസൂത്രിതമായ ശ്രമം നടക്കുകയാണ്. കുറച്ചു മുമ്പേ ശാരദാസിംഗം സൂചിപ്പിച്ച് കാശ്മീരിലെ സംഭവം, കാശ്മീരിലെ വിനോദസഞ്ചാരികൾ, കാശ്മീരിൽ അതിഥികളായി എത്തിയ വിനോദസഞ്ചാരികളെ മതം ചോദിച്ച് കരിമ ചൊല്ലിച്ച് വെടിയുതിർത്ത സംഭവം നമുക്കറിയാം. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുസ്ലിം സമുദായം പലപ്പോഴും ഉൾവലിഞ്ഞു പോവുകയാണ്. ഒരിക്കലും അത്രയും ഉൾവലിഞ്ഞു പോകേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കയ്യിൽ ഒരു വിശുദ്ധമായ ഗ്രന്ഥമുണ്ട്. ആ വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലും നമ്മൾ നിരപരാധിയെ കൊല്ലാൻ പറയുന്നില്ല. ലോകത്ത് ഏതെങ്കിലും ഒരു നിരപരാധിയെ കൊല്ലാൻ അകാരണമായി കൊലപ്പെടുത്തിയാൽ മുഴുവൻ മാനവരാശിയും കൊലപ്പെടുത്തി തുല്യമെന്ന് പഠിപ്പിച്ച ആ വിശുദ്ധമായ ഖുർആന്റെ അതിനെ നെഞ്ചിലേറ്റുന്ന ജനങ്ങളുടെ ഹൃദയത്തിലേക്കാണ് അവർ വെടിയുതിർത്തത്. എന്ന് മാത്രമല്ല, വിശ്വവിമോചകൻ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഉദാത്തമായ മൂല്യങ്ങളെ, അല്ലെങ്കിൽ ആ കാരുണ്യത്തിൻ്റെ അപാരമായ കൈവഴികളെ, ആ വെള്ളി വെളിച്ചത്തിൽ പ്രവാചകത്വത്തിൻ്റെ, മുഹമ്മദീയ പ്രവാചകത്വത്തിൻ്റെ, നുബൂവത്തിൻ്റെ, ആ റിസാലത്തിൻ്റെ ആ വിശുദ്ധമായ വെളിച്ചത്തെയാണ് അവർ ഊതിക്കെടുത്താൻ ശ്രമിച്ചത്. ഇതേപോലുള്ള ശക്തികൾ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ തെരുവുകൾ ജയ് ശ്രീറാം വിളിപ്പിച്ചും ബീഫിൻ്റെ പേരിലും മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നതും സംഘപരിവാർ തന്നെയാണെന്ന് ഓർക്കണം. ഞാൻ ആ വിഷയത്തിലേക്ക് പോകില്ല. എങ്കിലും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഭരണകൂടം കൃത്യമായി ഇടപെടൽ നടത്തി ഒരു നിഴൽ യുദ്ധം നടത്താതെ അതിൻ്റെ കൃത്യമായ പ്രതികളെ കണ്ടുപിടിക്കപ്പെടേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം, ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം ഇന്ന് മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തെ ഇന്നവർ വെട്ടിമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിൻ്റെ നമ്മുടെ പുസ്തകത്താളുകളിൽ നിന്ന് പോലും നമ്മുടെ രാജ്യത്തെ ഏറ്റവും കാലഘട്ടത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടം എന്ന് പറയുന്ന മുഗളന്മാരുടെ ചരിത്രം അതിന്ന് വെട്ടിമാറ്റപ്പെടുകയാണ്. നാളെയുടെ സമൂഹത്തിൽ ചിലപ്പോൾ താജ്മഹലും കുത്തബ് മീനാറും ചെങ്കോട്ടയും ഒക്കെ സ്വയംഭൂവായി ഉയർന്നു വന്നതാണ് എന്ന് പറയുന്നൊരു ചരിത്രം ഈ രാജ്യത്തിൻ്റെ പാഠപുസ്തകങ്ങളിലൂടെ സംഘപരിവാർ പഠിപ്പിച്ചാൽ അതും നാം അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർണമായ സാഹചര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ഇതിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ സമരത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ രാജ്യത്തിൻ്റെ ഭരണകൂടം ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളെ മാത്രമല്ല, രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ സ്ഥാപനങ്ങളെ എല്ലാം അവർ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ്. ED ആണെങ്കിലും CBI ആണെങ്കിലും
ഉണ്ടെങ്കിലും അതുപോലെ തന്നെ മറ്റെന്തെല്ലാം ജനാധിപത്യ സ്ഥാപനങ്ങളുണ്ടെങ്കിലും അതെല്ലാം അവർ കൈയടക്കിക്കൊണ്ട് ആ സംവിധാനങ്ങളെയെല്ലാം തകിടം മറിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് വഖഫുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡിനെ അട്ടിമറിക്കുവാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. വഖഫ് എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, വഖഫ് എന്നത് ശുദ്ധമായിരിക്കണമെന്ന് മുസ്ലിം സമുദായത്തിന് നിർബന്ധമുണ്ട്. കാരണം മുസ്ലിം സമൂഹത്തിനെ കുറിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ സച്ചരിതരായ മുൻഗാമികൾ അവർ ഈ രാജ്യത്ത് താൻ മരണപ്പെട്ടു പോയാലും തൻ്റെ സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമാകണമെന്നുള്ള ആ ഉദ്ദേശത്തോടു കൂടി പടച്ച തമ്പുരാൽ നിന്നും ഒരിക്കലും അവസാനിക്കാത്ത അനന്തമായ പ്രതിഫലം തനിക്ക് ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വഖഫ് ചെയ്യുന്നത്. ആ വഖഫ് സ്വത്ത് ശുദ്ധമാകണമെന്നും അത് പരിശുദ്ധമാകണമെന്നും അത് ഹലാലാകണമെന്നും അത് അനുവദനീയമായ മാർഗത്തിൽ സമ്പാദിച്ചതാണെന്നും ഒരു വിശ്വാസിയെ നിർബന്ധമുണ്ട്. പക്ഷേ വർത്തമാന കാലത്ത് കേരളം ഉൾപ്പെടെ ഈ വഖഫിനെ കുറിച്ച് പച്ച നുണകൾ അവർ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ. നമ്മുടെ നാട്ടിലെ ക്രൈസ്തവരായ സംഘടനകൾ, ചില സംഘടനകൾ ഇതിനെതിരെ രംഗത്ത് വരികയും എന്നാൽ പിറ്റേ ദിവസം തന്നെ RSSന്റെ ഓർഗനൈസറിൽ 27,000 കോടി ഏക്കർ ഭൂമി ഈ രാജ്യത്തെ കത്തോലിക്ക സഭയ്ക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭൂമിയും പിടിച്ചെടുക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിശദമായ ആ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുകയല്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്തുൽ കലിമ അല്ലെങ്കിൽ ഷഹാദത്തുൽ കലിമത്തുൽ ഷഹാദ കഴിഞ്ഞാൽ കർമ്മപരമായി നാം മറ്റുള്ളവരുടെ പ്രത്യക്ഷത്തിൽ കാണുന്ന നമസ്കാരമാണെങ്കിൽ ആ നമസ്കാരം വഖീമുസ്സലാത്ത വആത്തുസ് സക്കാത്ത വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമസ്കാരത്തിന് ശേഷം അടുത്തതായി പറയുന്നത് എല്ലാ സ്ഥലങ്ങളും ഏതാണ്ട് 112ഓളം സ്ഥലങ്ങളിൽ സദക്ക അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നതിനെ കുറിച്ച് വളരെയധികം പ്രാധാന്യത്തോടെ പറയുന്നെങ്കിൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഈ സദക്ക അല്ലെങ്കിൽ സക്കാത്ത് എന്നുള്ളത്. അത് ഈ മുസ്ലിം സമുദായത്തിന് പള്ളികൾക്കോ മസ്ജിദോ മാത്രമല്ല കൊടുക്കുന്നത്. ഒരു കുഞ്ഞ് പിറന്നു വീണ ആശുപത്രി അത് വഖഫ് ചെയ്തതാണെങ്കിൽ ആ കുഞ്ഞ് ഖബറടക്കുന്ന ഖബർസ്ഥാനിൽ അവിടുന്ന് വഖഫാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും സാമൂഹ്യമായ ഒരു ബാധ്യതയാണ് ഇതിലൂടെ മുസ്ലിം സമുദായം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായി നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ചരിത്രത്തിൽ ഈ മുസ്ലിം സമുദായം അനുഭവിച്ച വേദനകളും ത്യാഗങ്ങളും നമുക്കറിയാം. 500 വർഷക്കാലം, ഏതാണ്ട് 5 നൂറ്റാണ്ടുകാലം ഈ രാജ്യം അടിമത്വത്തിൻ്റെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ടപ്പോൾ ആ അടിമത്വത്തിൻ്റെ ചങ്ങലയെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അരരാടി ത്യാഗത്തിൻ്റെ നെരിപ്പോടിൽ ജീവനും ജീവിതവും ബലിയർപ്പിച്ച വലിയൊരു സമുദായത്തിൻ്റെ പിൻഗാമികളുടെയാണ് അസ്തിത്വത്തെയും അവരുടെ രാജ്യസ്നേഹത്തെയും ഈ രാജ്യത്തെ സംഘപരിവാർ ചോദ്യം ചെയ്യുമ്പോൾ ആ സംഘപരിവാറിന് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തിൻ്റെ വേണ്ടി അടരാടി ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയവരുടെ പിൻഗാമികളാണ്. നമുക്ക് തലകുനിക്കേണ്ട കാര്യമില്ല. ഈ രാജ്യദ്രോഹികളുടെ മുമ്പിൽ നമുക്ക് തല ഉയർത്തി തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയേണ്ടതുണ്ട്. ഇന്ന് ഈ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമിത്ഷായും മോഡിയും പറയുന്നത് ഉമീദ് എന്ന് പറയുന്നൊരു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഉറുദു വാക്കാണ്. ഉറുദു വാക്കിൻ്റെ അർത്ഥം പ്രത്യാശ എന്നാണ്, പ്രതീക്ഷ എന്നാണ്. എന്നാൽ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അത് പ്രതീക്ഷയല്ല, പ്രത്യാശയുമല്ല. മറിച്ച് ആ ഉമീദ് എന്ന വാക്കിന് നമ്മുടെ രാജ്യത്തെ പണ്ഡിതന്മാർ കൊടുത്തിരിക്കുന്ന വിവർത്തനം അല്ലെങ്കിൽ വിവക്ഷ എന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. അതായത് ഭരണഘടനാ വിരുദ്ധമാണ്. ഏതൊരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാവും ഈ വഖഫ് നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണ് എന്ന്. നമ്മുടെ രാജ്യത്ത് വഖഫ്, നമ്മൾ കാത്തലിക് കൗൺസിലുണ്ട് ചർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ ദേവസ്വം ബോർഡുകളുണ്ട്, ഗുരുദ്വാരകളുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ അതാത് മതസ്ഥരാണ് ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്, അവരുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്ന സംഘപരിവാറാണ്. ഒരേ നീതി, ഒരേ നികുതി, ഒരേ ഭാഷ, ഒരേ തെരഞ്ഞെടുപ്പ്, അങ്ങനെ വേണ്ടി വാദിക്കുന്ന സംഘപരിവാർ തന്നെയാണ് മുസ്ലിം സമുദായത്തിനെതിരെ ഏക സിവിൽ കോഡ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നവർ തന്നെയാണ് മുസ്ലിം സമുദായത്തെ ഭരണഘടനയുടെ 14-ാം ആർട്ടിക്കിൾ ലംഘിച്ചുകൊണ്ട് നമ്മുടെ വഖഫ് ബോർഡിൽ 21 അംഗ കൗൺസിലിൽ 12ഓളം അല്ലെങ്കിൽ ഭൂരിപക്ഷവും അമുസ്ലിങ്ങളാകാം, മറ്റു മതസ്ഥരാകാമെന്നാണ് പുതിയ നിയമ ഭേദഗതിയിലൂടെ വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് 14-ാം ആർട്ടിക്കിളിൻ്റെ കൃത്യമായ ലംഘനം തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം മറ്റു മതസ്ഥർക്കെല്ലാം ഇത് അവരുടേതായ മതസ്ഥാപനങ്ങളാണെങ്കിലും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളാണെങ്കിലും കൃത്യമായി നിർവഹിക്കുവാനും അത് സ്വത്തുവകൾ കൈകാര്യം ചെയ്യാനും ഭരണഘടന കൃത്യമായി ഉറപ്പ് നൽകുമ്പോൾ ആ കൃത്യമായി ഭരണഘടന ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ 14ന്റെ കൃത്യമായ ലംഘനമാണ് ഈ രാജ്യത്ത് മുസ്ലിം സമുദായത്തിന് നേരെ സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉമീദ് എന്നുള്ളതിൻ്റെ യുവിൻ്റെ വാക്ക് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അഥവാ ഭരണഘടനാ വിരുദ്ധമെന്ന് പറയുന്നത്. രണ്ടാമതവർ എം എന്നുള്ളതിന് നമ്മുടെ രാജ്യത്തെ പണ്ഡിതനാൽ മുസ്ലിം നേതാക്കന്മാർ വിവക്ഷിക്കുന്നത് മാനിപ്പുലേഷൻ എന്നാണ്. അതായത് കള്ളച്ചമക്കൽ,
കള്ളത്തരം പറയൽ അല്ലെങ്കിൽ നുണകൾ ചമയ്ക്കലാണ്. അങ്ങനെ കള്ളം ചമച്ചുകൊണ്ടും നുണകൾ ചമച്ചുകൊണ്ടുമാണ് അവർ ഈ ബില്ല് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മൂന്നാമതായി പറയുന്ന വാക്ക് ഉമീദിൻ്റെ മൂന്നാമത്തെ വാക്കാണ് ഈ എന്നാണ്. അത് ഈ എൻക്രോച്ച്മെന്റ് ആണ്, കൈകടത്തലാണ്, അല്ലെങ്കിൽ അത് പിടിച്ചെടുക്കലാണ്, എൻക്രോച്ച്മെന്റ് എന്നാണ് പറയുന്നത് ഈ രീതി. അതുപോലെ തന്നെ ഇനി ഒരു ഈയും കൂടിയുണ്ട്. ആ ഈക്ക് പറയുന്ന എക്സ്ക്ലൂസിംഗ് എന്നാണ്, നമ്മളെ പുറത്താക്കലാണ്. പൗരത്വത്തിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചവർ നമ്മുടെ അസ്തിത്വത്തെയും നമ്മുടെ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിൽ നിന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് നിന്നും പുറത്താക്കാനുള്ള സംഘപരിവാറിന്റെ ഗൂഢമായ ലക്ഷ്യത്തെയാണ് ഈ എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് അവർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഉള്ളിൽ പറ്റിരിക്കുന്ന ഹിഡൻ അജണ്ട ഡിവിഷനാണ്. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പരസ്പരം തമ്മിലടിപ്പിക്കാനും പരസ്പരം വിദ്വേഷവും വെറുപ്പും ഈ രാജ്യത്ത് സൃഷ്ടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ മണ്ണിൽ മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രൈസ്തവനെയും തമ്മിലടിച്ചുകൊണ്ട് തങ്ങളുടെ അധികാര കസേര ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ശ്രമം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരെ, ഈ രാജ്യം ഇന്നലകളിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട മുൻഗാമികളായ സച്ചരിതരായ ആളുകൾ ഈ രാജ്യത്ത് നിന്നും സ്വാതന്ത്ര്യത്തിന് ശേഷം ഈ രാജ്യം വിഭജിക്കപ്പെട്ടു പോയപ്പോൾ, പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ, അവർ ഓടിപ്പോയപ്പോൾ വാക്കാൽ വന്ന് പറഞ്ഞവരുണ്ട്. പള്ളി മഹൽ കമ്മിറ്റികളോട് പറഞ്ഞിട്ടുണ്ട്, ഇത്ര ഏക്കർ സ്ഥലം എനിക്കുണ്ട്, അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നിട്ടുണ്ട്. ഒരു രേഖ പോലുമില്ല. നമുക്കറിയാം രജിസ്ട്രേഷനൊക്കെ ഏത് കാലഘട്ടത്തിലാണ് വന്നത് എന്ന്. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ ഇല്ലാത്ത ഭൂമികളെല്ലാം സർക്കാരിലേക്ക് കണ്ടുകെട്ടാമെന്നാണ്. ഈ കാര്യം കൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ ഏക്കർ കണക്കിന് ഭൂമി ഇവർ കണ്ടുകെട്ടാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NRCക്കും CAയ്ക്കുമെതിരെ നമ്മൾ അതിതുജ്ജലമായ പോരാട്ടം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ, രാജ്യത്തിന്റെ തെരുവോരങ്ങൾ നാം നടത്തിയെങ്കിൽ അതിലും വലിയ അപകടകരമായ ഒരു നിയമമാണ് ഇത് വരുന്നതെന്നും അതിനെതിരായുള്ള സമര പോരാട്ടത്തിൽ നമുക്ക് നീതി കിട്ടുന്നത് വരെ ഇതിനായി നാം പോരാടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുസ്ലിം സമുദായവും മതേതര വിശ്വാസികളും രാജ്യത്തെ ഈ നിയമം പാർലമെന്റിൽ, രാജ്യസഭയിലാണെങ്കിലും ലോകസഭയിലാണെങ്കിലും പാസാക്കി ഒരു നിയമമാക്കിയിട്ടും ഈ നിയമത്തിനെതിരെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇന്നും നാം തെരുവിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിന്റെ കാരണം ഇത് നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഈ സമരത്തിൽ നമ്മളെല്ലാവരും അടിയുറച്ചു നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിൽ നമ്മളെ നയിക്കുന്ന നേതാക്കന്മാരോടൊപ്പം അടിയുറച്ചു നിന്നുകൊണ്ട് ഇന്നലകളിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി എങ്ങനെയാണോ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ചത്, ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി നമ്മുടെ സച്ചരിതരായ മുൻ രാഷ്ട്രത്തലവന്മാർ ഊണും ഉറക്കവും ഒഴിച്ചുകൊണ്ട് മാസങ്ങളും വർഷങ്ങളും എടുത്ത് തയ്യാറാക്കിയ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാതിരിക്കാൻ, ഈ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുവാനുള്ള സമര പോരാട്ടത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.